മെയ് മാസത്തിൽ യുഎഇയിലടക്കം ബലിപെരുന്നാൾ അവധി ദിനങ്ങൾ വരാനിരിക്കെ സ്കൂളുകളുടെ ബലിപെരുന്നാൾ അവധി ദിനങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവുമോ, മാറ്റങ്ങൾ ഉണ്ടാവുമോ എന്നുള്ള ഒരു കാര്യം അന്വേഷിക്കാത്ത രക്ഷിതാക്കളും കുട്ടികളും ഇല്ല. യുഎഇയിലേതടക്കം പ്രത്യേക സാഹചര്യങ്ങൾ പരിഗണിച്ച് എക്സ്ട്രാ അവധി ദിനങ്ങൾ ബലിപെരുന്നാളിനോടനുബന്ധിച്ച് കിട്ടിയേക്കാം എന്നുള്ള പ്രതീക്ഷയിലാണ് പലരും. യുഎഇയില് നിലവിലെ കാൽക്കുലേഷൻസ് അനുസരിച്ച് മെയ് 26-ന് ചൊവ്വാഴ്ച അറഫ ദിനമാണ്. അറഫ ദിനത്തിന് ശേഷം ബലിപെരുന്നാൾ അവധികളും സ്വാഭാവികമായും വരും. അപ്പൊ യുഎഇയില് ചൊവ്വാഴ്ച മുതൽ 6 ദിവസത്തേക്കാണ് വാരാന്ത്യ ദിനങ്ങൾ ഉൾപ്പെടെ അവധികൾ ലഭിക്കുക. അപ്പൊ അതിന് തൊട്ടു മുൻപ് മെയ് 25 തിങ്കളാഴ്ച എക്സ്ട്രാ ഒരു അവധി കിട്ടിയാൽ മെയ് 23 ശനി, മെയ് 24 ഞായർ, അതുകൂടി കൂട്ടി 9 ദിവസത്തെ അവധികൾ തുടർച്ചയായിട്ട് സ്കൂളുകൾക്കടക്കം ലഭിക്കും എന്നുള്ളത് കൊണ്ട് ഈ മെയ് 25 തിങ്കളാഴ്ച എക്സ്ട്രാ ഒരു അവധി ദിനം സ്കൂളുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ ഒരു അവധി നൽകാൻ സ്കൂളുകൾക്ക് കഴിയും, അതിനുള്ള വിവേചനാധികാരം ഉണ്ടെങ്കിലും നിലവിൽ അങ്ങനെ ഒരു ആലോചന ഇപ്പോഴില്ല എന്നാണ് ഷാർജ ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ അടക്കം വ്യക്തമാക്കുന്നത്. 3 ദിവസം വരെ സ്കൂളുകൾക്ക് ഇങ്ങനെ അവധികൾ നൽകാൻ പ്രിൻസിപ്പൽമാർക്ക് വിവേചനാധികാരമുണ്ട്, ഷാർജ എഡ്യൂക്കേഷൻ അതോറിറ്റിയുടെ അനുമതിയോടുകൂടി. അത് പ്രയോഗിക്കുകയാണെങ്കിൽ മെയ് 25 തിങ്കളാഴ്ച സ്കൂളുകൾക്ക് വേണമെങ്കിൽ അവധി നൽകാവുന്നതേ ഉള്ളൂ. പക്ഷെ നിലവിൽ അത്തരത്തിലുള്ള ആലോചനകളില്ല. എന്തായാലും എഡ്യൂക്കേഷൻ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ആലോചനകൾ നടത്തിയതിനു ശേഷം മാത്രമേ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുകയുള്ളൂ എന്നാണ് സ്കൂളുകളുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നത്. ഇപ്പോൾ സ്കൂളുകൾ പഠന ആക്ടിവിറ്റീസിനാണ് കൂടുതൽ ഫോക്കസ് നൽകുന്നത്. കുറെ നാളത്തെ ഓൺലൈൻ പഠനത്തിന് ശേഷം നേരിട്ടുള്ള ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. ആ ഒരു ട്രാൻസിഷനിലേക്ക് കുട്ടികളെ കൂടുതൽ കൊണ്ടുവരുന്നതിലേക്കുള്ള കാര്യങ്ങളാണ് കൂടുതൽ നടക്കുന്നത്. ഇനി ശനിയാഴ്ച കൂടി ക്ലാസ്സുകൾ ഏർപ്പെടുത്തി നിലവിലത്തെ സ്കൂൾ സമയം എക്സ്റ്റെൻഡ് ചെയ്തൊക്കെ അവരുടെ പാഠ്യ ആക്ടിവിറ്റീസ് തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമങ്ങൾ നടക്കുകയാണ്. പക്ഷെ എഡ്യൂക്കേഷൻ അതോറിറ്റികളുമായി ആലോചിച്ച് മാത്രമേ അക്കാര്യത്തിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റുകൾക്കൊക്കെ സാധ്യതയുള്ളൂ എന്നാണ് സ്കൂൾ പ്രിൻസിപ്പൽമാരുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത്.